മക്കളെ ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൃത്തഭാഗങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പാർട്ട് 1 ആയിരുന്നു എടുത്തിട്ടുണ്ടായില്ല. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് വൃത്തം, ബേസിക് ആയിട്ട് ആരെന്താ, വ്യാസം എന്താ, അങ്ങനെ കുറെ ബേസിക് ആയിട്ടുള്ള പോലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ 1-2 പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതിന്റെ പാർട്ട് 2 ആയ പേജ് നമ്പർ 189 രണ്ടാമത്തെ പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിന്റെ പ്രോബ്ലത്തിലേക്ക് നോക്കാം. അത് നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാ നമ്മൾ കണ്ടു പേടിക്കരുത്. ഒന്നുമില്ല കുട്ടികളെ, വൃത്തം വളരെ സുഖമുള്ള സാധനമാണ്. നമ്മൾ ചോദ്യം ഒന്ന് വായിക്കാൻ നോക്കുക. ഓക്കെ, നമ്മൾ ചോദ്യം നമ്മളൊരു മനസമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ ചോദ്യം ഒന്ന് വായിക്കുക. ഒരു വൃത്തത്തിൽ കേന്ദ്രകോൺ 25 ഡിഗ്രി ആയ ചാപത്തിന്റെ നീളം 4 സെന്റിമീറ്റർ ആണ്. ആയിക്കോട്ടെ, പ്രശ്നമുണ്ടോ? ഇല്ല. ഈ വൃത്തത്തിൽ കേന്ദ്രകോൺ 75 ഡിഗ്രി ആയ ചാപത്തിന്റെ നീളം എത്രയാണ്? അതാണ് നമ്മളെ ആദ്യത്തെ ചോദ്യം. നമുക്ക് ഒന്നും മനസ്സിലായിണ്ടായില്ല, അറിയില്ലേ? അങ്ങനെയല്ല മാത്സ് വായിക്കുക. ഒരു വൃത്തത്തിൽ ആയിക്കോട്ടെ, വൃത്തത്തിൽ നമ്മൾ വൃത്തം വരയ്ക്കുക. ഒരു വൃത്തത്തിൽ വൃത്തം വരച്ചു. കേന്ദ്രകോൺ 25 ഡിഗ്രി ആയ കേന്ദ്രകോൺ 25 ഡിഗ്രി ആണ്. വൃത്തത്തിന്റെ കേന്ദ്രം ഇയാളാണെന്ന് നമുക്കറിയാം. കേന്ദ്രത്തിലെ കോണായിരിക്കും കേന്ദ്രകോൺ. അപ്പൊ കേന്ദ്രകോൺ 25 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ആര് തന്നിട്ടുണ്ട്? ചോദ്യം ഇട്ടാള് തന്നിട്ടുണ്ട്. ആയ ചാപത്തിന്റെ നീളം 4 സെന്റിമീറ്റർ ആണ്. ചാപത്തിന്റെ നീളം എന്ന് പറയുന്നത് ഇയാളല്ലേ? ചാപത്തിന്റെ നീളം ഇയാളെ നമ്മൾ വൃത്താംശം എന്ന് പറയും. മൊത്തത്തിൽ ഇയാളെ വൃത്താംശം എന്ന് പറയും. ഇയാളെ നമ്മൾ അതിന്റെ ചാപം അല്ലെങ്കിൽ ചാപനീളം എന്ന് പറയും. ചാപനീളം ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ ആണെന്ന്. ഇത്രയും റെഡിയാണോ? ഇങ്ങനെയാണ് ചോദ്യം വായിക്കുക. ഒരു വൃത്തത്തിൽ ആദ്യം വൃത്തം വരയ്ക്കുക. പിന്നെ കേന്ദ്രകോൺ 25 ഡിഗ്രി ആയ ചാപത്തിന്റെ നീളം 4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യം നമ്മളൊന്ന് വൃത്തിയായിട്ട് റഫായിട്ട് വരച്ചു. നമുക്ക് തോന്നും ഇത് 25 ഡിഗ്രി തന്നെ ആണോ എന്ന്. നമ്മൾ റഫാണ് വരച്ചത്, നിങ്ങൾ അതൊന്നും നോക്കണ്ട. നമ്മൾ അടുത്തൊരു ചോദ്യം, ഫസ്റ്റ് ചോദ്യം നോക്കാം. ഈ വൃത്തത്തിൽ ആയിക്കോട്ടെ, ഈ വൃത്തത്തിൽ കേന്ദ്രകോൺ 25 ഡിഗ്രി ആയ ചാപത്തിന്റെ നീളം എത്രയാണ്? നമുക്കറിയാം 25 ഡിഗ്രി ആയ ചാപത്തിന്റെ നീളം എന്താ? 25 ഡിഗ്രി ആയ ചാപത്തിന്റെ നീളം 4 സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം, അല്ലേ? 75 ഡിഗ്രി അല്ലേ നമുക്ക് വേണ്ടത്, അല്ലേ? എടാ നോക്കടാ, 25നെ എന്ത് ചെയ്താലാണ് 75 ആവുക? 25നെ 3 കൊണ്ട് ഗുണിച്ചാൽ അത് 75 ആവും, അല്ലേ? അതേപോലെ തന്നെ നമ്മൾ 4നെ 3 കൊണ്ട് ഗുണിക്കണം. 4നെ 3 കൊണ്ട് ഗുണിച്ചാൽ അത് 12 സെന്റിമീറ്റർ എന്ന് കിട്ടൂല്ലേ? നോക്കിയ കുട്ടികളെ, 25 ഡിഗ്രി എന്നുള്ളത് 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ 75 ഡിഗ്രി എന്നുള്ളത് 12 സെന്റിമീറ്റർ ആണ്. വൃത്തിയായിട്ട് കിട്ടും. പക്ഷെ എങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് മാത്സ് ആയതുകൊണ്ട് തന്നെ വഴി എഴുതി ചെയ്യണം. വേറൊരു മെത്തേഡ് കൂടി ഉണ്ട് ചെയ്യാൻ. നമുക്കറിയാം 25 ഡിഗ്രി എന്നത് 4 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അത് നമുക്ക് 1 ഡിഗ്രി എത്രയെന്ന് കണ്ടൂടെ കുട്ടികളെ? നോക്കി, 4/25 സെന്റിമീറ്റർ ആയിരിക്കും 1 ഡിഗ്രി എന്ന് പറയണത്. അപ്പൊ 75 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 ഗുണിക്കണം 75/25. 1 ഡിഗ്രിനെ 75 ആക്കാൻ 1നെ 75 കൊണ്ട് ഗുണിച്ചപ്പോ 75 ഡിഗ്രി ആയി. അതേപോലെ ഇവിടെയും ഗുണിക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നമ്മൾ ഗുണിക്കണം. അപ്പോ 75ൽ എത്ര 25 ഉണ്ട്? 75ൽ 3 25 ഉണ്ട്. നമ്മൾ വെട്ടി ചെയ്യാൻ നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ടാണ്. ഗുണനപ്പട്ടിക വളരെ പ്രധാനപ്പെട്ട സാധനം കേട്ടോ മക്കളെ. ലാസ്റ്റ് 12 സെന്റിമീറ്റർ എന്ന് കിട്ടും. നമ്മൾ പരീക്ഷ പേപ്പറിൽ 25 ഡിഗ്രി ഈക്വൽ ടു 4 സെന്റിമീറ്റർ എന്നും 75 ഡിഗ്രി ഈക്വൽ ടു 12 സെന്റിമീറ്റർ എന്നും എഴുതിയിട്ട് ഒരു കാര്യമല്ല. നമ്മൾ ഈ എഴുതിയ സാധനത്തിനെ വഴി എഴുതിയിട്ട് ചെയ്യണം. 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്തായാലും വഴി എഴുതി പഠിക്കണം. അതായത് എങ്ങനെയാണ് വഴി എഴുതാന്ന് പറ്റി കൃത്യമായുള്ള ധാരണ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉണ്ടാവണം. ഒന്നുമില്ല, 75 ഡിഗ്രി ആയ കേന്ദ്രകോണുള്ള വൃത്താംശത്തിന്റെ ചാപത്തിന്റെ നീളം 4 സെന്റിമീറ്റർ ആണ്. 75 ഡിഗ്രി കേന്ദ്രകോണുള്ള ചാപത്തിന്റെ നീളം 12 സെന്റിമീറ്റർ ആണ്. അതായത് കേന്ദ്രകോൺ ഇവിടെ 3 ഇരട്ടിയല്ലേ കൂടിയത്? കേന്ദ്രകോൺ 3 ഇരട്ടി കൂടുമ്പോൾ അതിന്റെ ചാപത്തിന്റെ നീളവും 3 ഇരട്ടി കൂടും. അങ്ങനെ നമ്മൾ വഴി എഴുതി ചെയ്യാം. ഈ മെത്തേഡ് ചെയ്യാം, ഈ മെത്തേഡ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് 12 സെന്റിമീറ്റർ ഉണ്ട്. വേറൊരു മെത്തേഡ് കൂടി ഉണ്ട് കുട്ടികളെ, നിങ്ങൾ ശ്രദ്ധിച്ചോളി. ഇത് 25 ഡിഗ്രി കോണളവല്ലേ, അതിന് 4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഒരു 25 ഡിഗ്രി കൂടെ വരച്ചു, അതും 4 ആയിരിക്കില്ലേ? 25 ഡിഗ്രി കോണളവുള്ളത് ചാപനീളം 4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഒരു 25 ഡിഗ്രി കൂടെ നമ്മൾ വരച്ചു, അതും 4 സെന്റിമീറ്റർ ആയിരിക്കില്ലേ? നമ്മൾ ഇവിടെ ഒരു 25 ഡിഗ്രി കൂടെ നമ്മൾ വരച്ചു, അതും 4 ആയിരിക്കില്ലേ? ഇപ്പൊ മൊത്തം എത്ര? 25 25 25 75 ഡിഗ്രി ആയി.
അപ്പൊ അതിന്റെ ചാപനീളം എത്രയായിരിക്കും? 4 കൂട്ടണം 4 കൂട്ടണം 4 12 സെന്റിമീറ്റർ എന്ന് കിട്ടിയോ? ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ഈ മെത്തേഡ് നമ്മൾ വഴി എഴുതിയിട്ട് ചെയ്യണം. പിന്നെ നമ്മൾ വേറൊരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മള് ഒരു വൃത്താംശത്തിന്റെ ചാപനീളം നമ്മൾ എന്താണ് ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത്? ഒരു വൃത്താംശത്തിന്റെ ചാപനീളം കാണുന്നതിനുള്ള ഇക്വേഷൻ ആണ് 2πr ഇൻറ്റു തീറ്റ ബൈ 360 ഡിഗ്രി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അതില് 2 അറിയാം, പൈ അറിയാം, r അറിയോ? r അറിയില്ല. r അതേപോലെ എഴുതി. തീറ്റ അറിഞ്ഞൂടെ? തീറ്റ 25 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 25/360, അതായത് 25 ഡിഗ്രി കോണമുള്ള ചാപത്തിന്റെ നീളം 4 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് നമ്മളെ ചോദ്യത്തിൽ. അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇനി ബാക്കി 75 ഡിഗ്രി ആയ വൃത്താംശത്തിന്റെ ചാപനീളം, 75 ഡിഗ്രി ആയ വൃത്താംശത്തിന്റെ ചാപനീളം സമം എന്താ വരിക? 2πr ഇൻറ്റു 75/360 ആയിരിക്കും അല്ലേ? നമ്മൾ കുട്ടികളെ ഈ 75 വെട്ടിമുറിക്കുക, സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ എന്താ വരിക? 2πr ഇൻറ്റു 3 ഗുണിക്കണം 25/360. നമുക്കറിയണം, സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്കറിയണം. ചിലപ്പോ ആ സമയത്ത് മാത്സ് അവിടെ കത്തൂല. 75 വെട്ടിമുറിക്കാൻ ചിലപ്പോ നമ്മള് ബൾബ് കത്തൂല. നമ്മള് ബൾബ് കത്തിക്കൽ എങ്ങനെയാ? ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കണം. ഓക്കെ, ഈ 3 നമുക്ക് ഫ്രണ്ടിക്ക് വേണ്ട, മുന്നിക്ക് വേണ്ട. അപ്പം എന്താ വരിക? 3 ഗുണിക്കണം 2πr ഇൻറ്റു 25/360 എന്ന് വരും. വന്നോ? എടാ ഇങ്ങോട്ട് നോക്കടാ, ഇവിടെ 2πr ഇൻറ്റു 25/360 ഉണ്ട്. എടാ ഇവിടെ നോക്കടാ, ഒരു 2πr ഇൻറ്റു 25/360 ഉണ്ട്. രണ്ടും ഒരാളല്ലേ? അപ്പൊ 3 നമ്മൾ അവിടെ തന്നെ വെച്ചു. ഈ 2πr ഇൻറ്റു 25/360 എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ് അല്ലേ? 12 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. അപ്പൊ എന്താ? 75 ഡിഗ്രി ആയ വൃത്താംശത്തിന്റെ ചാപനീളം 12 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഈ ഒരു 4 മെത്തേഡിലും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇതിൽ ഏറ്റവും സുഖമായിട്ടുള്ള മെത്തേഡ് നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. ഓക്കെ മക്കളെ, ഇതിൽ നമുക്ക് രണ്ടാമത്തെ ഒരു ചോദ്യം ഉണ്ട്. ആ ചോദ്യം എന്താന്ന് നോക്കാം. ആരം 1.5 മടങ്ങായ വൃത്തത്തിൽ ആയിക്കോട്ടെ, ആരം 1.5 മടങ്ങായിക്കോട്ടെ, ആരം 1.5 മടങ്ങ് എന്ന് പറയുമ്പോൾ 1.5 നമുക്ക് ഇങ്ങനെ എഴുതാം, 1.5 3/2 എന്ന് എഴുതാം. ഇങ്ങനെയും ഈ മൂന്ന് രീതിക്കും നമുക്ക് 1.5 എഴുതാം. 1.5 3/2 1.5 ഇതൊക്കെ 1.5 അല്ലേ? ഓക്കെ, 1.5 മടങ്ങായ വൃത്തത്തിൽ കേന്ദ്രകോൺ 75 ഡിഗ്രി ആയ ചാപത്തിന്റെ നീളം എത്ര? അതിനു മുമ്പേ നമുക്കൊരു വേറൊരു സാധനം ചെയ്തു നോക്കാം. ഇതാ ഇവിടെ ഒരു വൃത്താംശം ഉണ്ട്. ഇതിന്റെ കേന്ദ്രകോൺ 25 ഡിഗ്രി ആണ്. ഓക്കെ, ഇതിന്റെ റേഡിയസ് 2 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. റേഡിയസ് 2 സെന്റിമീറ്റർ ആണ്. ഓക്കെ, നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, L ഈക്വൽ ടു ആർ തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമ്മൾ പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് പറ്റുകയാണെങ്കിൽ ഓർത്ത് വെക്കുക. കാരണം ഈ ഇക്വേഷൻ നമ്മൾ കൂടുതൽ NMS NTS അത്തരം കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഇക്വേഷൻ ആണ്. അതായത് കോമ്പറ്റേറ്റീവ് എക്സാം, PSC SSC അതേപോലത്തെ എക്സാമുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതായത് ചാപനീളം L കാണാനുള്ള ഇക്വേഷൻ R ഇൻറ്റു തീറ്റ. R 2 ആണ്, തീറ്റ 25 ഡിഗ്രി ആണ്. അപ്പൊ ഇതിന്റെ ചാപനീളം നമ്മൾ കാണാൻ എങ്ങനെ വെച്ചാൽ R 2 ആണ്, തീറ്റ എന്ന് പറയുന്നത് 25 ആണ്, ചാപനീളം 50 എന്ന് കിട്ടും. 50 സെന്റിമീറ്റർ എന്തും ആവാം. 50 സെന്റിമീറ്റർ 50 എന്ന് കിട്ടും. ഓക്കെ, 50 എന്ന് കിട്ടും. ഓക്കെ, അപ്പോ ഈ ഒരു വൃത്താംശത്തിന്റെ റേഡിയസ് ഇരട്ടി ആവാന്ന് പറഞ്ഞാലും അതേപോലെ 2 മടങ്ങ് ആവാന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. എന്താ മടങ്ങാവുക എന്ന് പറഞ്ഞാൽ ഗുണിക്കണം 2 മടങ്ങ് കുറയുക എന്ന് പറയുമ്പോൾ ഹരിക്കണം 2 ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു റേഡിയസ് ഇതല്ലേ, റേഡിയസ് ആരം റേഡിയസ് ഇതല്ലേ, അത് 2 മടങ്ങാവുക അല്ലെങ്കിൽ ഇരട്ടിയാവാന്ന് വിചാരിച്ചു. അതായത് 2 ഉള്ളത് എത്രയാവും? 4 ആവും. എന്തായി? 2 ഉള്ളത് 4 ആയി. കോണളവിന് ഒരു മാറ്റവും ഇല്ല, 25 ഡിഗ്രി. എന്താ അവിടെ ഉണ്ടായത്? റേഡിയസ് ആയ 2 സെന്റിമീറ്റർ ഇരട്ടിയാവുക അല്ലെങ്കിൽ 2 മടങ്ങാവുക. 2 മടങ്ങാവുക എന്ന് പറഞ്ഞാൽ ഗുണിക്കണം 2, 3 മടങ്ങാവുക എന്ന് പറഞ്ഞാൽ
ഗുണിക്കണം 3, 4 മടങ്ങാവുക എന്ന് പറഞ്ഞാൽ ഗുണിക്കണം 4, മടങ്ങ് കുറയുക എന്ന് പറയുമ്പോൾ ഹരിക്കണം 2, ഹരിക്കണം 3, ഹരിക്കണം 4 ആയിരിക്കും. ഇവിടെ നമ്മള് 2 മടങ്ങായി. ഓക്കെ, 4 സെന്റിമീറ്റർ ആരമായി 2 മടങ്ങായപ്പോൾ അല്ലെങ്കിൽ ഇരട്ടിയായപ്പോൾ. അപ്പമുള്ള ഈ ഒരു ചാപത്തിന്റെ നീളം എത്രയായിരിക്കും? ഒന്നുമില്ല, 4 ഗുണിക്കണം 25, 100 ആയിരിക്കും. ഇതിൽ നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അതായത് അവിടെ നോക്കി, റേഡിയസ് 2 അപ്പത്തെ ചാപനീളം കോണിൽ ഒരു മാറ്റമില്ല, സെയിം കോണാണ്. റേഡിയസ് 2 ആയപ്പോ ചാപത്തിന്റെ നീളം 50 ആയിരുന്നു. റേഡിയസ് ഇരട്ടിയായി, 4 ആയി, അല്ലെങ്കിൽ 2 മടങ്ങായി. അപ്പൊ എന്താ ഉണ്ടായത്? 50 100 ആയി. അപ്പൊ എന്താ ഉണ്ടായത്? ഇരട്ടിയായപ്പോ ചാപനീളം ഇരട്ടിയായി, അല്ലെങ്കിൽ ചാപനീളം 2 മടങ്ങായി. മനസ്സിലായോ? എന്തായി? റേഡിയസ് എത്ര മടങ്ങ് കൂടിയോ അത്രയും ചാപനീളം കൂടും എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ എന്താ വരിക മക്കളെ? ഇവിടെ 1.5 മടങ്ങായി. റേഡിയസ് 1.5 മടങ്ങ് കൂടി, അപ്പൊ ചാപനീളം 1.5 മടങ്ങ് കൂടും അല്ലേ? റേഡിയസ് 1.5 മടങ്ങ് കൂടി, അപ്പൊ ചാപനീളം 1.5 മടങ്ങ് കൂടും. അതായത് ഇപ്പത്തെ ഇവിടെ റേഡിയസ് ഇവിടെ 6 മാത്രമേ ഉള്ളൂ. റേഡിയസ് ഇതിൽ നമുക്ക് നമുക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. 3/2 ഉപയോഗിക്കാം, 1.5 ഉപയോഗിക്കാം, 1/2, ഇത് 3 ഏതും നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? റേഡിയസ് 1.5 മടങ്ങ് കൂടി. അപ്പൊ ആര് കൂടുന്ന പറഞ്ഞത്? ഈ ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ചാപത്തിന്റെ നീളം അതേപോലെ കൂടും എന്ന് പറഞ്ഞു. അതായത് ഇപ്പൊ നമ്മളെ ചാപത്തിന്റെ നീളം 12 ആണ് അല്ലേ? ചാപത്തിന്റെ നീളം 12 ആണ്. 1.5 മടങ്ങല്ലേ കുട്ടികളെ കൂടിയത്. ഇങ്ങോട്ട് നോക്കടാ, 3/2 ഉപയോഗിക്കാം, 1.5 എന്ത് ഉപയോഗിക്കാം. ഞാൻ ഇവിടെ 3/2 ഉപയോഗിച്ചു. 6, 6, 3, 18 സെന്റിമീറ്റർ എന്ന് ഉത്തരം കിട്ടും. വഴി ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ ഇക്വേഷന്റെ പേര്? നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് 2πr ഇൻറ്റു θ/360 ഡിഗ്രി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? പഠിച്ചിട്ടുണ്ട്. അതിൽ തീറ്റ എത്ര? 75 ഡിഗ്രി ആയ ചാപത്തിന്റെ നീളം, 72 ഡിഗ്രിയാണ് ചാപത്തിന്റെ നീളം. അതായത് 2 ഇൻറ്റു π ഇൻറ്റു r എത്രയായി? 6 1.5 മടങ്ങ് വർദ്ധിച്ചു. 1.5 ഉപയോഗിക്കാം, 3/2 ഉപയോഗിക്കാം, 1/2 നമുക്ക് ഉപയോഗിക്കാം. നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് 3/2 ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഞാൻ 3/2 r പകരം 3/2 r എന്ന് ഉപയോഗിച്ചു. ഓക്കെ, തീറ്റ 75/360 ഡിഗ്രി അല്ലേ? നമ്മൾ അത് അതേപോലെ എഴുതി, ഒരു മാറ്റം നമ്മൾ വരുത്തിയിട്ടില്ല. ഇവിടെ റേഡിയസ് 1.5 മടങ്ങ് കൂടി. ഇനി അതല്ലെങ്കിൽ ഇവിടെ 1.5 മടങ്ങ് കൂടിയത് 1.5 എന്ന് എഴുതാം. ആദ്യം 6 മാത്രമായിരുന്നു, പിന്നെ അത് 1.5 ആയി. അതായത് 1.5 r എന്നായി. ഓക്കെ, ഞാൻ ഈ ഒരു 1.5നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇങ്ങോട്ട്, അതായത് 1.5 ഇൻറ്റു 2 ഇൻറ്റു π ഇൻറ്റു r ഇൻറ്റു 75/360 എന്ന് കിട്ടും. 1.5 അതേപോലെ ഞാൻ എഴുതി. എടാ അങ്ങോട്ട് നോക്കടാ, 2πr ഇൻറ്റു 75/360. എടാ അങ്ങോട്ട് നോക്കടാ, ഇയാളും ഈക്വൽ അല്ലേ? ഇയാൾക്ക് ഈക്വൽ അല്ലേ? ഇയാൾ ഇങ്ങോട്ട് നോക്കടാ, 2πr ഇൻറ്റു 75/360 എന്ന് 12 സെന്റിമീറ്റർ ആണ്. ഇത് അവിടെ നോക്കടാ, അയാളും അതന്നെയല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എഴുതിക്കൂടെ? ഇയാള് 12 സെന്റിമീറ്റർ ആണെന്ന് എഴുതിക്കൂടെ? അപ്പൊ എന്ത് കിട്ടും? 18 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഞാൻ അതല്ലെങ്കിൽ നമ്മളിവിടെ 12നെ 1.5 കൊണ്ട് ഗുണിച്ചാൽ 18 കിട്ടും. ഇനിയിപ്പോ 1.5നെ നമുക്ക് ശരിക്കും കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ 3/2 ഉപയോഗിച്ചാലും മതി. 6 3 ഗുണിക്കണം 6 18 സെന്റിമീറ്റർ. ഇത്രേ ഉള്ളൂ. ഭയങ്കര സുഖം. ഒന്നുകൂടി ഒന്ന് ചെയ്തു നോക്കി മക്കളെ. നമുക്ക് 189ാമത്തെ പേജില് 3ാമത്തെ ഒരു ചോദ്യം ഉണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. നമ്മളെപ്പോഴും ചോദ്യം ഒരു പൂതിക്കുവാണെങ്കിൽ മൊത്തമായിട്ടൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, നമ്മൾ മൊത്തമായിട്ട് നമ്മൾ വായിക്കാൻ പോകണം. ആരം 3 സെന്റിമീറ്റർ ആയ ഒരു വളയിൽ നിന്ന്. അപ്പോ ആരം 3 സെന്റിമീറ്റർ ആയ ഒരു വളയാണ്. 3 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ആരം. ആരം 3 സെന്റിമീറ്റർ ആയ ഒരു വളയിൽ നിന്ന്, ആയിക്കോട്ടെ, പ്രശ്നമില്ല. കേന്ദ്രകോൺ കേന്ദ്രം. വളയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്ത്, ഒരു കഷ്ണം എത്രയോ ഭാഗം വരെ മുറിച്ചെടുത്തിട്ടുണ്ട്, ആയിക്കോട്ടെ. ആരം 1/2 സെന്റിമീറ്റർ ആയ മോതിരം ഉണ്ടാക്കണം എന്നേ പറഞ്ഞോളൂ. നമ്മൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം. ആരം 1/2 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു മോതിരം നമ്മൾ ഉണ്ടാക്കിയതാ. ആരം 1/2 സെന്റിമീറ്റർ, 1.5 എന്ന് എഴുതാം. അരേനെ നമുക്ക് 0.5 എന്ന് എഴുതാം.
അതേപോലെ ഇങ്ങനെ എഴുതാം, 0.5 എന്ന് എഴുതാം, ഹാഫുമായിട്ട് എഴുതാം. മുറിച്ചെടുത്തു, മോതിരം ഉണ്ടാക്കണം. അപ്പൊ ഇത് മോതിരമാണ്, ഇത് വളയാണ്. മുറിച്ചെടുത്ത കഷ്ണത്തിന്റെ കേന്ദ്രകോൺ എത്ര ഡിഗ്രി ആയിരിക്കും? അപ്പൊ നമ്മൾ ഈ മൊത്തമായിട്ടുള്ള ഈ ഭാഗത്ത് നിന്ന് ഇതാണ് നമ്മളെ വള. നമ്മൾ പറഞ്ഞു വൃത്തം എന്ന് പറഞ്ഞത് ഈ ഒരു രൂപമാണ്, വൃത്തം എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ വള, ഇതാണ് നമ്മളെ മോതിരം. ഈ വളയെന്ന് ഇവര് എത്രയോ ഭാഗം മുറിച്ചെടുത്തു, എത്ര നമുക്കറിയില്ല, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും ഭാഗം മുറിച്ചെടുത്തെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ ഉള്ള ഈ കോൺ എത്രയെന്നാണ് നമ്മളെ ചോദ്യം, അതല്ലേ ചോദ്യം. അത് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇത് മൊത്തം എത്രയാണെന്ന് കാണണം കുട്ടികളെ. 360 ഡിഗ്രി ആയ വൃത്താംശം ഉണ്ടോ? ഇല്ല. പക്ഷെ അങ്ങനെ ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ട്. 360 ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് വൃത്തമായി മാറി. നമ്മൾ ഒരിക്കലും ഇതുവരെ പറഞ്ഞില്ല 360 ഡിഗ്രി ആയ വൃത്താംശം അല്ലെങ്കിൽ വൃത്തഭാഗം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ കൺസെപ്റ്റ് ഓക്കെയാണ്. ഇങ്ങോട്ട് നോക്കി, ഇത് മൊത്തം 360 ഡിഗ്രി ആണ് അല്ലെ? 360 ഡിഗ്രി ആയ അതൊരു സർക്കിൾ ആയി മാറി അല്ലെ? അതൊരു വൃത്താംശവുമാണ്, പക്ഷെ നമ്മൾ വൃത്താംശം എന്ന് പറയാറില്ല. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇത് ഈ വൃത്താംശത്തിന്റെ ചാപനീളമല്ലേ ഇയാള്? ഇത് ചാപനീളമല്ലേ? 360 ഡിഗ്രി ആയ വൃത്താംശത്തിന്റെ ചാപനീളം അല്ലേ ഇയാള്? അല്ലേ? നമ്മൾ 360 ഡിഗ്രീനെ ഒരിക്കലും നമ്മൾ വൃത്താംശം എന്ന് പറയില്ല. അയാളെ നമ്മൾ വൃത്തം എന്ന് മാത്രമേ പറയുള്ളൂ കേട്ടോ, അത് ശ്രദ്ധിക്കണം. നമുക്ക് ഇങ്ങനെ വളരെ കൺസെപ്റ്റ് വെച്ചിട്ട്, ഇങ്ങനെയാണ് കൺസെപ്റ്റ് വെച്ചിട്ട് പഠിക്കുക. അപ്പോ ഇയാളെ ഈ ചാപനീളം എത്രയായിരിക്കും? ഇയാളെന്ന് കുറച്ച് ഭാഗം ഇത്ര ഭാഗം എന്ന് വിചാരിക്കുക. എത്ര നാവില് ചിലപ്പോ ഇത്ര ഭാഗം മുറിച്ചെടുത്തെന്ന് വിചാരിക്കുക. ഇത്ര ഭാഗം മുറിച്ചെടുത്തിട്ടാണ് ഇയാൾ ഉണ്ടാക്കിയിട്ടുള്ളത്, അതായത് ഇയാൾ മോതിരാണ്. അപ്പൊ ആദ്യം ഇതിന്റെ ചാപനീളം എത്രയാണെന്ന് കാണണം. മൊത്തത്തിൽ എത്ര ചാപനീളം നോക്കുക. ഓക്കെ, അപ്പൊ കാണാൻ പോണേ മൊത്തത്തിൽ ചാപനീളം. ഇത് മൊത്തം ചാപനീളം അല്ലെങ്കിൽ മൊത്തം ചുറ്റളവാണ്, വൃത്തത്തിന്റെ മൊത്തം ചുറ്റളവാണിത്. വൃത്തത്തിന്റെ മൊത്തം ചുറ്റളവ് കാണാനുള്ള സമവാക്യമാണ് 2πr. 2 നമുക്കറിയാം, പൈ നമുക്കറിയാം, 6 അറിയാം. 6 3 അപ്പോ 6 പൈ ആണ് നമ്മുടെ മൊത്തം ചുറ്റളവ്. ഈ 6 പൈന്ന് ഇയാൾ എത്രയോ മുറിച്ചെടുത്തിട്ടാണ് ഇയാൾ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ? ഇയാളെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇയാളെ ആരെത്രയാ, അല്ലെങ്കിൽ ഇയാളെ ചുറ്റളവ് എത്ര? ഇയാളെ ചുറ്റളവ് നമുക്ക് കണ്ടൂടെ? ഇയാളെ ചുറ്റളവ് കാണാനുള്ള സമവാക്യം എന്താ? 2πr തന്നെയാണ്. 2 നമുക്കറിയാം, പൈ നമുക്കറിയാം, റേഡിയസ് 0.5 അല്ലെങ്കിൽ ഹാഫ് എന്ന് കൊടുക്കാം. അരിയും രണ്ടും വെട്ടിപ്പോയി പൈ എന്ന് കിട്ടി. ഒന്നുമില്ല കുട്ടികളെ, മൊത്തം ഇയാളെ ചുറ്റളവ് അല്ലെങ്കിൽ വൃത്താംശത്തിന്റെ 360 ഡിഗ്രി ആയ വൃത്താംശത്തിന്റെ 360 ഡിഗ്രി ആയ വൃത്താംശം നമ്മൾ അറിയപ്പെടുന്നത് വൃത്തമായിരിക്കും. ഓക്കെ, വൃത്താംശത്തിന്റെ മൊത്തം ചുറ്റളവ് അല്ലെങ്കിൽ മൊത്തം ചാപനീളം എന്ന് പറയുന്നത് 6 പൈ ആണ്. ഈ 6 പൈന്ന് പൈ വെട്ടിയെടുത്തു. പൈ വെട്ടിയെടുത്ത മൊത്തം 6 പൈ ആണ്. ഇതിൽ പൈ ഭാഗം വെട്ടിയെടുത്തു. അപ്പോ ഈ ഭാഗം, ഈ ചാപനീളം പൈ ആണ്. ഈ ചാപനീളം പൈ ആണ്. ഓക്കെ, ഈ ചാപനീളം പൈ ആണ്. നമുക്ക് കാണേണ്ടത് എന്താ? ഈ ഒരു വൃത്താംശത്തിന് ഇത്രയും, ഈ വൃത്താംശത്തിന്റെ എന്താ കാണേണ്ടത്? കേന്ദ്രകോൺ എത്രയെന്നാ കണ്ടത്? ചാപനീളം തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിച്ചു നമ്മള് അല്ലെ? അതേപോലെ നമ്മള് റേഡിയസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ വൃത്താംശത്തിന്റെ കേന്ദ്രകോൺ കാണാനുള്ള സമവാക്യം എന്താ? നമ്മൾ സമവാക്യം വേറെ ഒന്നും അല്ല, നമ്മളെ 2πr ഇൻറ്റു θ/360 ഡിഗ്രി. ഇതിൽ തീറ്റ നമുക്ക് അറിയില്ല, തീറ്റ നമ്മൾ കാണണം. അത് എത്രയും തന്നിട്ടുണ്ട്? പൈ ആണ്. ചാപനീളം പൈ ആണ്. റേഡിയസ് നമുക്കറിയില്ല, റേഡിയസ് 3 ആണ്. നമ്മൾ മാറ്റി കൊടുക്കുകയാണ്, റേഡിയസ് 3 ആണ്. ഓക്കെ, ഗുണിക്കണം എന്നാട്ടോ. ഈ 2πr ഒക്കെ ഒന്നിച്ചെഴുതുമ്പോൾ 2 ഗുണിക്കണം പൈ ഗുണിക്കണം 6 എന്നാണ് അർത്ഥം. ഓക്കെ, നമുക്ക് തീറ്റയല്ലേ കാണേണ്ടത്? തീറ്റ കാണണമെങ്കിൽ ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാം. തീറ്റയെ മാത്രം അവിടെ ഒറ്റയ്ക്ക് നിർത്തുകയാണ്. തീറ്റ ഈസ് ഈക്വൽ ടു പൈ ഓൾറെഡി അവിടെ ഉണ്ട്, 360 അങ്ങോട്ട് കൊണ്ടുപോകാം. 360 ഹരിക്കണം എന്നുള്ളതാണ്, അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണിക്കണം എന്നായിരിക്കും. ഗുണിക്കണം 360 എന്നായിരിക്കും. 2 ഗുണിക്കണം പൈ ഗുണിക്കണം 3, അപ്പുറത്തേക്ക് പോവണ്ടേ? ഇത് ഗുണിക്കണം എന്നാണ്, അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരിക്കണം എന്നായിരിക്കും. 2 ഗുണിക്കണം പൈ ഗുണിക്കണം 3, പൈയും ക്യാൻസൽ ആയി പോയി. 3നെ 360 കൊണ്ട് കട്ട് ചെയ്യുക, 1 എന്ന് കിട്ടും അല്ലെ? 360 120 3 കട്ട് ചെയ്യൽ പഠിക്കണം കേട്ടോ. പിന്നെ 120നെയും 2നെയും നമുക്ക് കട്ട് ചെയ്യുക 60. അപ്പൊ എത്ര കിട്ടും? 60. നമ്മൾ തീറ്റയാണ് കണ്ടത്, തീറ്റ 60 ഡിഗ്രി എന്ന് കിട്ടും.
കിട്ടിയോ? നമുക്ക് ഇതിൽ തന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം ഉണ്ട്. വളയുടെ മിച്ചമുള്ള ഭാഗം കൊണ്ട് അല്പം ചെറിയ മറ്റൊരു വളയുണ്ടാക്കി. അതായത് വളയുടെ മിച്ചമുള്ള ഭാഗം, അതായത് ഇതാണ് മൊത്തം വള, ഇത് മോതിരം ട്ടോ, മൊത്തം വള ഇത്, അതിൽ പൈ ഭാഗം വെട്ടിയെടുത്തിട്ടാണ് മോതിരം ഉണ്ടാക്കിയിട്ടുള്ളത്. മിച്ചമുള്ള ഭാഗം എന്ന് പറയുമ്പോ എന്താ, ഇത് മൊത്തം 6 പൈ ആണ്, അതിൽ പൈ പോയി കഴിഞ്ഞാൽ ബാക്കി ആരുണ്ടാവുക? 6 പൈന്ന് പൈ പോയി, പിന്നെ എത്ര ഉണ്ടാവുക? 5 പൈ എന്നുണ്ടാവും. മിച്ചമുള്ള ഭാഗം എന്ന് പറയണത് 5 പൈ ആണ്. ഓക്കെ, ഈ 5 പൈ കൊണ്ട് നമ്മൾ മറ്റൊരു വള ഉണ്ടാക്കിയതാ. 5 പൈ വെച്ചിട്ട് മറ്റൊരു വളയുണ്ടാക്കി, അതായത് വളയുണ്ടാക്കി. മൊത്തം നമ്മളെ വള 6 പൈ ആണ് ഉണ്ടായിരുന്നത് അല്ലേ? ഈ വളയെ ഞാൻ ഇവിടെ കട്ട് ചെയ്തെന്ന് വിചാരിക്കാം, കട്ട് ചെയ്തിട്ട് അവിടെ നിർത്തി. 6 പൈ, മൊത്തം നമ്മള് 6 പൈ ആണ് ഉണ്ടായിരുന്നത്. അതില് പൈ ഭാഗം ഉപയോഗിച്ചിട്ട് ഞാൻ മോതിരം ഉണ്ടാക്കി. പിന്നെ ബാക്കി 5 പൈ അല്ലേ ഉണ്ടാവുക? ഇതാ 5 പൈ ആയിട്ടുള്ള ഒരു ദൂരം ഉണ്ടായിരുന്നു. അതിന് ഞാൻ വീണ്ടും വളച്ചു. അപ്പൊ ഇതിന്റെ ചുറ്റളവ് എന്ന് പറയണത് 5 പൈ ആയിരിക്കില്ലേ? ഈ വൃത്തത്തിന്റെ അല്ലെങ്കിൽ ഈ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ വളയുടെ ചുറ്റളവ് എന്ന് പറയുന്നത് 5 പൈ ആയിരിക്കും അല്ലെ? 5 പൈ ആയിരിക്കും. വൃത്തത്തിന്റെ ചുറ്റളവ് കാണാനുള്ള സമവാക്യമാണ് 2πr. ഇതാണ് 5 പൈ എന്ന് തന്നിട്ടുള്ളത് അല്ലെ? നമുക്ക് ഇന്ന് എന്താ കണ്ടേ? ആരം എത്രയാണ്? പുതിയതായിട്ട് ഉണ്ടാക്കിയ വളയുടെ ആരം എത്രയാണെന്ന് ചോദിച്ചത്. ഇതാ 6 ഇവിടെ ഉണ്ട്, 6 നമുക്ക് കണ്ട്. ബാക്കിയുള്ളതിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോവുക. 6 = 5 പൈ ബൈ 2 പൈ എന്ന് കിട്ടും. പൈയും ക്യാൻസൽ ആയി 5/2 എന്ന് കിട്ടും സെന്റിമീറ്റർ. അല്ലെങ്കിൽ ഇത് നമുക്ക് വീണ്ടും ചെറുതാക്കാം, 2.5 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ.